ഈ മെയിൻ സ്ട്രീം മീഡിയാസ് ഉണ്ടല്ലോ, ഇവർ നമ്മളെയൊക്കെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് നമ്മളിൽ നിന്ന് ഒരുപാട് ന്യൂസുകൾ അവർ മറച്ചു വെക്കുന്നുണ്ട്. അതായത് അവർക്ക് എന്തെങ്കിലും ഒരു സ്കാൻഡൽ കിട്ടി കഴിഞ്ഞാൽ അവർ പിന്നെ 24 മണിക്കൂർ അതിനെക്കുറിച്ചായിരിക്കും ചർച്ച. അവർക്ക് ഈ ഒരു ന്യൂസിൽ പറയാനൊന്നും അതിൽ റിപ്പോർട്ട് ചെയ്യാനൊന്നും അവർക്ക് താല്പര്യമില്ല. ഡിഡിന്റെ കേസൊക്കെ ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു. ഒരാളും ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല. അമേരിക്കയിൽ 23andMe എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ട്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ DNA സാമ്പിൾ ഇവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ DNA ഒക്കെ അനലൈസ് ചെയ്ത് അവരൊരു സ്റ്റഡിയൊക്കെ നടത്തി ഡാറ്റയൊക്കെ എടുത്ത് നമ്മൾ ഇത്ര ശതമാനം അമേരിക്കൻ ആണ്, അല്ലെങ്കിൽ ഇത്ര ശതമാനം ഇന്ത്യൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ 3% മെക്സിക്കൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽ ഒരു ചാർട്ട് അവർ നമുക്ക് അയച്ചു തരും. അപ്പോൾ ഈ 2 മാസത്തിനുള്ളിൽ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ മൊത്തം 8 ബോർഡ് മെമ്പേഴ്സ് ആണ് ഈ കമ്പനിക്കുള്ളത്. 7 പേരും രാജിവെച്ചു. ബോർഡ് മെമ്പേഴ്സ് രാജിവെക്കുക പറഞ്ഞാൽ കമ്പനിയുടെ ഉള്ളിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, അത് കാരണം ഞങ്ങൾ ഈ കമ്പനിയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ പോയിരിക്കുകയാണ്. ഇനി ആകെ ബാക്കിയുള്ളത് CEO മാത്രമാണ്. CEO ആരാണ്? ആൻ വൊജിസ്കി എന്നാണ് ഈ ഒരു സ്ത്രീന്റെ പേര്. ഈ സ്ത്രീ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിന്റെ ഫൗണ്ടർമാരുടെ ഒരാളുടെ ഭാര്യയാണ്. കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഈ 7 പേരും രാജിവെച്ചവരുടെ അടുത്ത് എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞത് സിഇഒന്റെ ചില തീരുമാനങ്ങൾ അവർക്ക് പറ്റിയില്ല, അതുകൊണ്ടാണ് അവർ രാജിവെക്കുന്നത് എന്നാണ്. എന്താണ് CEO ചെയ്യാൻ ഉദ്ദേശിച്ചു വെച്ച് കഴിഞ്ഞാൽ 23andMe കമ്പനിനെ പ്രൈവറ്റൈസ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇവർ എല്ലാവരും പിരിഞ്ഞു പോയത്. 15 മില്യൺ ആൾക്കാരുടെ DNA ഡാറ്റ ഈ കമ്പനിന്റെ കയ്യിലുണ്ട്. ഒരാൾക്കാരുടെ DNA ഡാറ്റ യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാലോ. ഈ DNA എടുക്കലും അതിന്റെ അനാലിസിസ് ഒന്നും ഇവരുടെ ഒരു ഹെൽത്ത് പ്രോട്ടോകോൾ ഉണ്ട്, ഒരു അക്കൗണ്ടബിലിറ്റി ആക്ട് ഉണ്ട്, HIPAA എന്ന് പറഞ്ഞിട്ട്, അതിന്റെ അണ്ടറിൽ വരില്ല. അപ്പൊ ഇവർക്ക് ഇതിനെ എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്രൈവറ്റൈസ് ചെയ്യാം, ഇതിന് ഇവർക്ക് വേറെ വലിയൊരു ബിഡർ ഉണ്ടെങ്കിൽ അവർക്ക് വിൽക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ചോദിക്കാനൊന്നും പറ്റില്ല. കാരണം എന്താണ്? പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ. ഗൂഗിളിന്റെ ഫൗണ്ടറിന്റെ ഭാര്യയാണിത്. അതേപോലെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു 7 മില്യൺ ഡാറ്റ ബ്രീച്ച് ഉണ്ടായി എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആരോ ഹാക്ക് ചെയ്തിട്ട് 7 മില്യൺ DNA ഡാറ്റ അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ ഒരു വാർത്തയുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ദേ ആർ പ്ലാനിങ് സംതിങ് ബിഗ്. അതിനെ എതിർത്ത് നിന്ന 7 പേരിനും ഇവർ നൈസായിട്ട് ഒഴിവാക്കി. മൊത്തത്തിൽ പറഞ്ഞാൽ DNA സ്വാബ് എടുത്ത് അയച്ചു കൊടുത്തവരൊക്കെ പെട്ടു, അത്രേ പറയാനുള്ളൂ.